പറയാൻ പറ്റാത്തൊരു ഇടത്തിലാണ് അവൾ വിലസുന്നത്. കബീറിന്റെ പാട്ടുകൾ ഓരോരോ ദേശങ്ങളിലും അവിടുത്തെ നാടൻപാട്ട് സമ്പ്രദായത്തിനോട് ചേർന്ന് പാടി വരുന്ന രീതികളുണ്ട്. ഈ പാട്ടിൽ കബീർ പറയാണ്, ഇതെന്തൊരു അത്ഭുതമാണെന്ന് അറിയില്ല, ഞാൻ എവിടെ നോക്കിയാലും നിന്നെ മാത്രം കാണുകയാണ്. ഒരു ആനയോളം നീ, ഒരു ഉറുമ്പോളം നീ, ആനപ്പാപ്പാനായിട്ടിരിക്കണത് നീ, കളവ് ചെയ്ത് ഓടണത് നീ, പുറകെ പിടിക്കാൻ പോണത് നീ, ഭിക്ഷയ്ക്കായി കാത്തിരിക്കണത് നീ, ഭിക്ഷ കൊടുക്കണത് നീ, ഒരു ഉണ്ണിയായിട്ട് കരയണത് നീ, ഓടി വന്ന് കരച്ചിൽ മാറ്റണത് നീ. എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ സ്ത്രീ പുരുഷൻ എന്നൊക്കെ വേർതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണേ ഇല്ല. ജലത്തിലും തലത്തിലും എല്ലായിടത്തും നീ മാത്രം വിരാജിക്കുന്നു. അങ്ങനെ പാട്ട് നീ മാത്രം എന്നുള്ളതാണ് തൂക്കാത്തു. എന്താ തൂക്കാത്തു? അപ്പൊ എല്ലാ അരിന്റെ അവസാനം തൂക്കാത്തു വരും. അപ്പൊ അത് നിങ്ങൾ പാടണം കേട്ടോ. इनका भेद बतावा रे अवधू अच्छी करनी कर ले तू, डाली फूल जगत के माही जहाँ दे कुआ तू का तू. इनका भेद बतावा रे अवधू अच्छी करनी कर ले तू, डाली फूल जगत के माही जहाँ दे कुआ तू का तू. हाथी बन बैठा छीटी में है छोटो तू, हुए महावत ऊपर बैठे हांकन वाला. दाता के संग दाता बन जा भिखारी में भेड़ो तू, मन तो होकर मानन लागे देने वाला. चोरों के संग चोरी करता बदमाशों में भेड़ो तू, चोरी करके तू बन जावे पकड़ने वाला. नर नारी में एक विराजे दो दुनिया में दिसे क्यों, बालक होकर रोवन लागे राखन वाला. जलतर सी में तू ही विराजे जावे कुआ तू का तू, कहे कबीर सुनो भाई साधो गुरु मिला है. इनका भेद बतावा रे अवधू अच्छी करनी कर ले तू, डाली फूल जगत के माही जहाँ दे कुआ, जहाँ दे कुआ, जहाँ दे कुआ. പക്ഷേ സമയമാകുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. എല്ലാരിലും വിളങ്ങുന്ന ഒന്നിനെ പറ്റിയാണ് ഈ പാട്ടുകളെല്ലാം. അപ്പൊ ഈ നമ്മള് കബീർ പാടുന്ന ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പം അന്യോന്യം എന്താ പറയാ, നമ്മൾ വിളിക്കണത് അല്ലെങ്കിൽ നമ്മൾ അഭിസംബോധന ചെയ്യുക കാണുമ്പം സാഹേബ് ബന്ദഗി എന്നാണ്, സാഹേബ് ബന്ദഗി. അപ്പൊ നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പം കാണുന്നത് എന്നെ തന്നെയാണ്, എൻ്റെ കണ്ണിലേക്ക് നീ നോക്കുമ്പോൾ കാണുന്നത് നിന്നെയാണ്. അപ്പൊ അതിനാണ് നമസ്കാരം പറയണേ. എന്നിലും നിന്നിലും വിളങ്ങുന്ന സാഹേബിന് നമസ്കാരം. ഇതേ കബീറിന്റെ പാട്ടുകൾ പോലെ തന്നെ അഭംഗ് എന്ന് പറഞ്ഞിട്ട് മറാഠിയിലുള്ള പാട്ടുകളുണ്ട്. ജ്ഞാനേശ്വരന്റെ, തുക്കാറാമന്റെ, ജാനാബായിന്റെ ഒക്കെ കവിതകളാണ് അഭംഗിൽ പാടി വരുന്നത്. അപ്പൊ അതിലുള്ളൊരു പാട്ടാണ് പാടുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഓരോ ജീവപ്രാണിയും വിഠലയുടെ കുഞ്ഞി തോണികളാണ്, കുഞ്ഞി തോണികൾ. जीवप्राणेक विठल चरावे, ऐसी आंधे भावा रख लिया पांडुरंगा, ऐसी आंधे भावा रख लिया पांडुरंगा. आवड़े पंढरी आवड़े चंद्रभागा, आवड़े पंढरी आवड़े चंद्रभागा, यति यमुना गंगा रख लिया पांडुरंगा, यति यमुना गंगा रख लिया पांडुरंगा. जीव प्राणेक विठल चरावे, जीव प्राणेक विठल चरावे. आवड़े पद्मतीर्थ आवड़े गरुडपारा, माऊली महेश
ഈ ഉപകരണം ഏക്താര എന്നാണ് പേര്. ഒറ്റക്കമ്പിയുള്ള ഒരു ഉപകരണം ആയതുകൊണ്ട് ഏക്താര എന്ന് പേര്. ഇത് ചൊരക്കയും മുളയും അടിയിൽ തോലും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഉപകരണമാണ്. എല്ലാ ഇത് ഗുരുക്കന്മാരുടെ വാണി പാടുന്ന ഇടങ്ങളിലും ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെ കൂടെ കൊണ്ടുവന്നാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ദേഹത്തെ തന്നെയാണ്. നമ്മുടെ ഉള്ളിലും അതുപോലെ ഒരു നാദമുണ്ട് എന്ന് പറയുന്നു. ആ നാദം കേൾക്കാൻ കൂട്ടുവരുന്നതാണ് ഏക്താര എന്ന് പറയുന്നത്. റൂമിന്റെ ഒരു കൃതിയാണിത്. റൂമി താൻ എന്തിനാണ് ഈ വേൾഡ് ഇങ്ങനെ ചുറ്റി കറങ്ങൂലേ, സൂഫികള് കറങ്ങിക്കൊണ്ടിരിക്കില്ലേ, അപ്പൊ അതെന്തിനാണ് ഞാൻ ചെയ്യണത്? അപ്പൊ നിന്നെ അറിയാനുള്ള ജ്വരത്തില് പനി പിടിച്ചവനെ പോലെ, കള്ളു കുടിച്ചവനെ പോലെ, ഭ്രാന്തായവനെ പോലെ ഞാനിതൊക്കെ അറിയുന്നു, ഞാൻ ചിരിക്കണു, ഞാൻ നിന്റെ പേര് വിളിക്കണു, അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്, എല്ലായിടത്തും കൂടെ നടന്ന് ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഷംസിന്റെ അടിമയായിട്ടുള്ള ഞാനിതാ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ജ്വരത്തെ പറ്റി റൂമി പാടുകയാണ്.